ഛാന്തോഗ്യോപനിഷത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞെത്തിയ ശ്വേതകേതുവും അച്ഛനായ ഉദ്ദാലകനും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. ഉദ്ദാലകൻ പറയുകയാണ്, ജീവാത്മാവും പരമാത്മാവും ബ്രഹ്മവും പരബ്രഹ്മവും എല്ലാം നീ തന്നെയാണെന്ന്. എത്ര പറഞ്ഞിട്ടും ശ്വേതകേതുവിന് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് ജീവാത്മാവും പരമാത്മാവും ബ്രഹ്മവും പരബ്രഹ്മവും എല്ലാം ഞാൻ തന്നെയാകുന്നത്? അപ്പോൾ ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് അഗ്നി കൊണ്ടുവരുവാൻ പറഞ്ഞു. ശ്വേതകേതു വീടിനകത്ത് പോയി ഒരു വിളക്ക് തെളിയിച്ചു കൊണ്ടുവന്നു. ഉദ്ദാലകൻ പറഞ്ഞു, നിന്നോട് ഞാൻ അഗ്നി കൊണ്ടുവരുവാനല്ലേ പറഞ്ഞത്? ശ്വേതകേതു വീണ്ടും വീടിനകത്ത് പോയി ഒരു തിരി മാത്രം തെളിയിച്ചു കൊണ്ടുവന്നു. ഉദ്ദാലകൻ പറഞ്ഞു, നിന്നോട് ഞാൻ അഗ്നി കൊണ്ടുവരുവാനാണ് പറഞ്ഞത്. ശ്വേതകേതു വീണ്ടും വീടിനകത്ത് പോയി ഒരു കനൽക്കട്ട ചകരയിൽ വെച്ച് കൊണ്ടുവന്നു. ഉദ്ദാലകൻ വീണ്ടും പറയുകയാണ്, നിന്നോട് ഞാൻ അഗ്നി കൊണ്ടുവരുവാനല്ലേ പറഞ്ഞത്? ഇത്രയുമായപ്പോൾ ശ്വേതകേതുവിന് സഹികെട്ടു. എങ്ങനെയാണ് അഗ്നി മാത്രമായി കൊണ്ടുവരിക? അതിനൊരു ഇരിപ്പിടം വേണ്ടേ? അപ്പോ ഉദ്ദാലകൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇത് തന്നെയാണ് നിനക്കുള്ള ഉത്തരവും. അഗ്നിക്ക് വേണ്ട പോലെ ഈശ്വര ചൈതന്യം കുടികൊള്ളാനുള്ളതാണോ നിന്റെ ശരീരം? നിന്നിലും എന്നിലും സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. തത്വമസി ശ്വേതകേതു എന്ന് ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറഞ്ഞു. സാമവേദത്തിലെ മഹാവാക്യമാണ് തത്വമസി. തത്വം അസി, അത് നീയാകുന്നു. നമ്മൾ ശബരിമലയിൽ പോകുമ്പോഴും അയ്യപ്പന്റെ മുന്നിൽ എത്തുമ്പോഴും ഈ സത്യമല്ലേ മനസ്സിലാക്കുന്നത്? തത്വമസി. നമ്മൾ ആരെയാണോ അന്വേഷിച്ച് നടക്കുന്നത്, ഈശ്വരൻ, പരമാത്മാവ്, പരബ്രഹ്മം, ഇതൊക്കെ നമുക്കുള്ളിൽ തന്നെയാണ്. അപ്പോൾ ചിലർക്കൊരു സംശയം തോന്നാം, പിന്നെ എന്തിനാണ് നമ്മൾ അമ്പലങ്ങളിൽ, ദേവാലയങ്ങളിൽ, പള്ളികളിലൊക്കെ പോകുന്നതെന്ന്, അല്ലെ? നമ്മുടെ ശരീരവും മനസ്സും അത്രമേറെ പവിത്രമാകുമ്പോൾ, നിർമ്മലമാകുമ്പോൾ, ശുദ്ധമാകുമ്പോൾ, നിഷ്കളങ്കമാകുമ്പോൾ നമ്മൾ ഇരിക്കുന്നിടം തന്നെയാണ് ദേവാലയം എന്ന് അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമായൊരിടം, അവിടെ നമ്മൾ ചെല്ലുമ്പോൾ മനസ്സും ശരീരവും ഒരേപോലെ ഏകാഗ്രമാക്കി ആ ഈശ്വര ചൈതന്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും, അല്ലെ? കണ്ണടച്ചു നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഈശ്വര ചൈതന്യം തന്നെയല്ലേ നമുക്കുള്ളിൽ തെളിയുന്നത്? നമ്മൾ യാത്രകളൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പുതിയ തിരിച്ചറിവുകൾ കിട്ടാനല്ലേ? വേണമെങ്കിൽ നമുക്ക് ടിവിയിലോ മൊബൈലിലോ ലോകത്തിന്റെ ഏത് കോണിനെക്കുറിച്ചും അറിയുവാനും കാണുവാനും HD ക്ലാരിറ്റിയോടുകൂടി തന്നെ ആസ്വദിക്കുവാനും കഴിയും. വേണമെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്തുള്ള ഫുഡ് വേണമെങ്കിലും നമുക്ക് ചുറ്റുമുള്ള റെസ്റ്റോറന്റുകളിൽ ലഭ്യമാണ്, അല്ലെ? എന്നിട്ടും നമ്മൾ യാത്രകൾ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് അനുഭവിച്ചറിയാൻ, ആ ഫീല് കിട്ടാൻ. ഓരോ സ്ഥലത്തും പോകുമ്പോൾ അവിടുത്തെ വൈവിധ്യങ്ങളെ കുറിച്ച് നമുക്ക് അനുഭവിച്ചറിയാൻ വേണ്ടി പുതിയ തിരിച്ചറിവുകൾ, പുതിയ പാഠങ്ങൾ നമ്മെ അവ പഠിപ്പിക്കുന്നു, അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോഴും ദേവാലയങ്ങളിൽ പോകുമ്പോഴും പള്ളികളിൽ പോകുമ്പോഴും ആ ഒരു പ്രത്യേകമായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമായൊരിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഈശ്വരൻ, പരമാത്മാവ്, പരബ്രഹ്മം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കടലാണെന്നിരിക്കട്ടെ, അതിലെ ഓരോ തുള്ളിയിലും അതിന്റെ സർവ്വഗുണങ്ങളും സർവ്വചൈതന്യങ്ങളും അടങ്ങിയിരിക്കുമല്ലേ? ആ ഓരോ തുള്ളിയും കുടികൊള്ളുന്നതാണ് സർവചരാചരങ്ങളും, എല്ലാ ജീവജാലങ്ങളും, മനുഷ്യനും ഒക്കെ തന്നെയും. പ്രകൃതിയെയും പ്രപഞ്ചത്തെയും പഞ്ചഭൂതങ്ങളെയും സർവചരാചരങ്ങളെയും മാനിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവും ശരീരവും നിലകൊള്ളുന്നത് ഇതിനൊക്കെ അധിഷ്ഠിതമായെന്ന തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് അഹന്തയില്ലാതെ ജീവിക്കാൻ നമുക്ക് പരിശീലിക്കാം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.